കാലചക്രത്തിൻ്റെ കാഴ്ചപ്പുറങ്ങളിൽ തെളിയാതെ പോയ അക്ഷരങ്ങൾ കാലാന്തരത്തിൽ വാക്കുകളായി തിരികെ എത്തുമ്പോൾ തിളങ്ങി നിൽക്കുന്നു. രത്നവേലോ രത്നവേലോ രത്നവേലോ. കറുപ്പ് വെളുപ്പുമായി ചേർന്ന രാവിൽ ചൊരിഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ ഹൃദയത്തിനാഴങ്ങളിൽ കമ്പനമായി അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസിലൂടെ അഭിമാനബോധത്തിൻ വെടിയുണ്ട തുളച്ചിറക്കി അജയ്യനായി. On the 20th September, Mr. Pulikkatt Ratnavelu Chetty, ICS, the first native civil servant of this presidency, met his death by an accident at Palghat, where he held the office of Acting Assistant Collector. He had returned from Calicut and the cause of his death is attributed to a gun accident. The deceased gentleman was the son of Mr. P. Ramaswamy Chetty, the Revenue Vice President of the Madras Municipality. The Asylum Press Almanac and Compendium of Intelligence, 1882. ബ്രിട്ടീഷ് പതാകയ്ക്കു മുന്നിൽ ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനം ഒരിഞ്ചു പോലും അടിയറവ് വെക്കില്ലെന്ന നിശ്ചയദാർഢ്യം. മദ്രാസ് പ്രസിഡൻസിയിലെ തദ്ദേശീയനായ ആദ്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പുലിക്കാട്ട് രത്നവേലു ചെട്ടി ICSന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. 1882 ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക രേഖയിലെ പരാമർശമാണിത്. യാത്രകളും അന്വേഷണങ്ങളും എന്നെ കൂടുതൽ കൂടുതൽ പ്രചോദിപ്പിക്കുകയാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലുമായി എവിടെയെങ്കിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാവാം. അത് കണ്ടെത്തുക എന്നത് അല്ല, കണ്ടെത്തിയേ തീരൂ. സ്വാതന്ത്ര്യത്തിനും മുൻപ് സ്വാതന്ത്ര്യത്തിനും അടിയറവ് പറയാത്ത ആത്മാഭിമാനത്തിനും വേണ്ടി രക്തം കൊണ്ട് വീരചരിത്രം എഴുതിയ ധീരദേശാഭിമാനിയെ ഇനിയും വിസ്മൃതിയിലേക്ക് വിട്ടുകൂടാ. He had returned from Calicut and the cause of his death is attributed to a gun accident. He had returned from Calicut and the cause of his death is attributed to a gun accident. കോഴിക്കോട്ട് നിന്ന് മടങ്ങി വന്നതിനു ശേഷം എന്തിനായിരിക്കാം കോഴിക്കോട് യാത്ര? ഔദ്യോഗികമോ അനൗദ്യോഗികമോ? കോഴിക്കോട്ട് വച്ചെന്തെങ്കിലും ബീച്ച് ക്ലബിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ആദ്യം. പക്ഷെ പൊതുവായിട്ട് ബീച്ച് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സാഹിത്യമാനൊരു ക്ലബ്ബ്. അവിടെ അവർ കൂടും, ഡാൻസ് ചെയ്യും, പാട്ട് പാടും. The Wayanad Calicut annual fixture, always played in Calicut, was started in 1910. But the big event in Calicut was always the Canterbury Week. W.K.M. Langley. കോടമഞ്ഞിറങ്ങുന്ന വയനാടൻ കുന്നുകളിലെ പൊന്നുവിളയുന്ന മണ്ണിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കിയ ബ്രിട്ടീഷ് തോട്ടമുടമകളും കച്ചവടക്കാരും സർക്കാരിൽ ഉന്നത പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും വിനോദ വിശ്രമത്തിന് തിരഞ്ഞെടുത്ത ദിവസങ്ങളാണ് കാലിക്കറ്റ് കാന്റർബറി വീക്ക്.
മലബാർ ജില്ലയുടെ ആസ്ഥാനമായ കോഴിക്കോടാണ് കാന്റർബറി ആഘോഷ പരിപാടികളുടെ കേന്ദ്രം. ക്രിക്കറ്റ്, ഡാൻസ് ബോൾ, കുതിരപ്പന്തയം, സ്വവർഗാനുരാഗം, പ്രണയം, സംഗീതം, ലഹരി തുടങ്ങി ആഘോഷ ആരവങ്ങളുടെ ദിനരാത്രങ്ങൾ. He had been to Calicut for the Canterbury Week, and while there had a dispute with the planter who had used some strong expressions towards him. This, it was said, had preyed on Mr. Ratnavelu Chetty's mind and led him to commit the deed. I was very sorry indeed to hear of the occurrence, for I liked him very much and felt sure that had he lived, he would have been an ornament to the Indian civil service. From England to the Antipodes and India, 1846 to 1902. കടലൊളിപ്പിക്കുന്ന നിഗൂഢതകൾ പോലെ കടലിനഭിമുഖമായി നിൽക്കുന്ന ഈ ഹോട്ടലിനും പറയാനുണ്ട് ഒരു കാലഘട്ടത്തിന്റെ രേഖപ്പെടുത്താതെ പോയ അഭിമാനബോധത്തിന്റെ ചരിത്രം. A Madrasi of race named Chetty, who attempted to enter the ICS and was to be nominated at a British club until the club members threatened to blackball him and he ended his life in suicide. H. Fielding Hall, 1895. Express Estate was once the home of the Madras Club, founded in 1832 as a residential European club and described in an earlier age as the finest in India. The headquarters, the ace of clubs, Indians, women and dogs not admitted. Madras rediscovered. S. Muttaya. ബ്രിട്ടീഷ് സാമൂഹിക ജീവിതത്തിന്റെ കേന്ദ്രമായിരുന്നു ക്ലബ്ബുകൾ. രത്നവേലു ചെട്ടി വൈദേശിക ജീവിത രീതിയാണ് പിന്തുടർന്നിരുന്നത്. അദ്ദേഹം പള്ളിയിൽ പോയി ഭക്ഷണത്തിലും വസ്ത്രത്തിലും വിദേശ ശൈലി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ വീട് വലുതും ആർഭാടം നിറഞ്ഞതും ഇംഗ്ലീഷ് ശൈലിയിൽ ചിട്ടപ്പെടുത്തിയതുമായിരുന്നു. Mr. Ratnavelu Chetty attended church regularly and was most popular with the Europeans. He dressed, ate, drank, and behaved in every way like an English gentleman. I must also say that his house was furnished in the English style, in the most elaborate and expensive manner, and could scarcely have been in better taste than if the hand of a lady had anything to do with it. From England to the Antipodes and India, 1846 to 1902. I. Tyrrell, 1904. രത്നവേലു ചെട്ടിയുടെ ജീവിതം വെള്ളക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒളിഞ്ഞും തെളിഞ്ഞും വർണ്ണവംശീയ അധിക്ഷേപം ചൊരിഞ്ഞു. പല ഘട്ടങ്ങളിലും പരിധി വിട്ടു. An Indian gentleman cannot be an Englishman. He is not an Englishman, and only an Englishman by birth has that camaraderie with other Englishmen that is essential. Club life is only possible to people of one nationality. You cannot mix in a club. H. Fielding Hall, 1895. ജന്മം കൊണ്ടു മാത്രമേ ഒരാൾക്ക് ഇംഗ്ലീഷുകാരനാവാൻ കഴിയൂ. ICS പരീക്ഷ പാസ്സായതുകൊണ്ടോ ഇംഗ്ലീഷ് ജീവിതശൈലി പിന്തുടർന്നതുകൊണ്ടോ ഇംഗ്ലീഷുകാരനാവില്ലെന്ന എച്ച്. ഫീൽഡിംഗ് ഹാളിന്റെ ഈ വാക്കുകൾ ആവർത്തിക്കുന്നു. Inglorious Empire, What the British Did to India എന്ന പുസ്തകത്തിലൂടെ
ശശി തരൂരും a room of his own, a literary, cultural study of Victorian clubland എന്ന പുസ്തകത്തിലൂടെ ബാർബറ ബ്ലാക്കും. നികുതി പിരിവിനും നീതി നടപ്പാക്കാനുമായി 1785 കോൺവാലീസ് കലക്ടർ തസ്തിക സൃഷ്ടിക്കുന്നത്. 1853 മത്സര പരീക്ഷ നിലവിൽ വന്നു. 1860 ശേഷം ഇന്ത്യക്കാർക്ക് ICAS പരീക്ഷ എഴുതാൻ അവസരം നൽകി. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജ്യേഷ്ഠൻ സത്യേന്ദ്രനാഥ ടാഗോർ 1863 ICSന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനായി. 24-കാരനായ ജില്ലാ ഉദ്യോഗസ്ഥൻ 4000 ചതുരശ്ര മൈലിന്റെയും 1 ദശലക്ഷം ആളുകളുടെയും ചുമതല വഹിച്ചു. 30 വയസ്സുവരെ എല്ലാ ICS പുരുഷന്മാരും ബാച്ചിലർമാരായി തുടരണമെന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് നിർബന്ധിച്ചു. പ്രൗഢിയുടെയും പാരമ്പര്യത്തിന്റെയും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കൊളോണിയൽ കെട്ടിടങ്ങൾ, ചരിത്രം അവശേഷിപ്പിക്കുന്ന ഇടവഴികൾ, സങ്കര സംസ്കാരത്തിന്റെ പ്രതിഫലനം, പ്രധാന നിരത്തിലൂടെ ഒഴുകി അകലുന്ന വാഹനവ്യൂഹം. ഈ നഗരത്തിരക്കിലെവിടെയോ രത്നവേലുച്ചെട്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്നുണ്ട്. മദ്രാസ് നഗരസഭ റവന്യൂ വൈസ് പ്രസിഡന്റ് ദിവാൻ ബഹദൂർ പുലിക്കാട്ട് രാമസ്വാമി ചെട്ടിയുടെ മകനാണ് പുലിക്കാട്ട് രത്നവേലുച്ചെട്ടി. ഭരണസിരാ കേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിനു സമീപമുള്ള ബ്ലാക്ക് ടൗണിലായിരുന്നു താമസം. 1911 മുതൽ ബ്ലാക്ക് ടൗൺ ജോർജ് എസ് ടൗൺ എന്നറിയപ്പെട്ടു തുടങ്ങി. 1856 രത്നവേലുച്ചെട്ടിയുടെ ജനനം. പഠനത്തിൽ മികവ് പുലർത്തിയ രത്നവേലുച്ചെട്ടി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ബിരുദം പൂർത്തിയാക്കി ICSലേക്ക് പ്രത്യേക പ്രവേശനം നേടി. 19ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിലെ ബാലിയോൾ കോളേജ് ഓക്സ്ഫോർഡിൽ നിന്ന് കണക്കിൽ സ്കോളർഷിപ്പ് കരസ്ഥമാക്കുന്ന ആദ്യ ഹിന്ദുവെന്ന ഖ്യാതി നേടി. 1875 സ്കോട്ട്ലൻഡിൽ നിന്നും പ്രസിദ്ധീകരിച്ച ദണ്ഡി കൊറിയർ പത്രത്തിലെ വാർത്ത. A Hindu mathematician at Oxford at a recent election to a mathematical scholarship at Balliol College, Oxford. The first place was awarded to Mr. Pulikat Ratnaveluchetti, who thus becomes, we believe, the first Hindu scholar ever elected at an English university. Mr. Chetty, who has just entered his 19th year, was educated at a school near Madras and afterwards at Madras University, where he took the degree of BA. In May last year, he was one of selected candidates for the Civil Service of India and has always distinguished himself in the periodical examination for that service. The standard attained by Mr. Chetty in the scholarship examination was unusually high, and one cannot but regret that it will be impossible for him to pursue his mathematical studies in the university of which he is such a distinguished member. At such a time as the present, the facts mentioned must be of great interest to all who have the welfare of our Indian Empire at heart. Dundee Courier, newspaper, Scotland, UK, 16th December 1875. 1873 ലണ്ടനിലെ ലിങ്കണിൽ രത്നവേലുച്ചെട്ടി സിവിൽ സർവീസ് പഠിക്കാനെത്തിയത്. 1876 പഠനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലെത്തി. രത്നവേലുവിന്റെ സഹോദരൻ നാരായണസ്വാമി ചെട്ടിയും രത്നവേലുവിന്റെ വഴി തന്നെയാണ് തെരഞ്ഞെടുത്തത്. Chetty, Pulikat Narayana Swami. Admission, Pence at Downing, October 18, 1884.
third son of P. Ramaswamy of Madras. Matric Mix 1884 as P. Narayanaswamy BA. 1884 Admission at the Inner Temple. November 3rd, 1884 Called to the bar. 1888 Did not practice in England. Died 1901 in India. സ്റ്റാൻലി പുലിക്കോട്ട് നാരായണസ്വാമി ചെട്ടി എന്ന പേര് സ്വീകരിക്കുകയും ഇസബൽ റൂത്ത് എന്ന വിദേശ വനിതയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് 1901 മരണപ്പെട്ടു. സേലം കളക്ടറുടെയും ജില്ലാ മജിസ്ട്രേറ്റിന്റെയും അസിസ്റ്റന്റായി 1876 രത്നവേലു ചെട്ടി ഔദ്യോഗിക ജീവിതത്തിന് ആരംഭം കുറിച്ചു. ചെങ്കൽപ്പേട്ട്, നോർത്ത് ആർക്കോട്ട് എന്നിവിടങ്ങളിലെ സേവനാനന്തരം 1880 മലബാറിലെത്തി. 1881 സ്വജീവിതം അവസാനിപ്പിക്കുമ്പോൾ പാലക്കാട് ആക്ടിംഗ് ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. Arrived 24th December 1876, Assistant to the Collector and District Magistrate, Salem, 2nd January 1877. Assistant Collector, Chingalpet, 9th August 1878. Acting Sub-Collector, Chingalpet, from 25th July to 7th August 1879. Acting Head Assistant Collector and Magistrate, North Arcot, from 9th August 1879. Assistant to the Collector and District Magistrate, Malabar, 2nd December 1879. Acting Special Assistant Collector, Malabar, 5th May 1880. Acting Inspector General of Registration from 24th August to 28th September and from 1st October to 4th November 1880. Acting Head Assistant Collector, Malabar, from 13th November 1880. 4 years, 8 days. മത്സര പരീക്ഷകളിൽ ഒന്നാമതെത്തിയിട്ടും ഭരണമികവ് പുലർത്തിയിട്ടും രത്നവേലു ചെട്ടിക്ക് കലക്ടറുടെ ചുമതല നൽകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം? 1881 സെപ്റ്റംബർ 28 ദുരൂഹതകൾ ബാക്കിയാക്കി രത്നവേലു ചെട്ടി യാത്രയായെങ്കിലും പാലക്കാടൻ സമര പോരാട്ടങ്ങൾക്ക് ഊർജമായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിവർത്തനത്തിന് നിത്യസാക്ഷിയായി ജ്വലിക്കുകയാണ് രത്നവേലു ചെട്ടിയുടെ നിശബ്ദ സാന്നിധ്യം. രത്നവേലു ചെട്ടിക്ക് ശേഷം എത്രയോ സിവിൽ സർവീസുകാർ പാലക്കാടിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു. രാവിലെയും വൈകിട്ടും ഈ അഭിമാന സ്തംഭത്തിനു മുന്നിലൂടെ കടന്നുപോയി. അവരാരും അവർക്കു മുൻപേ നടന്ന അധികാരത്തിനും അംഗീകാരങ്ങൾക്കും അപ്പുറമാണ് ഇന്ത്യക്കാരന്റെ അഭിമാനബോധമെന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയ പുലിക്കാട്ട് രത്നവേലു ചെട്ടിയെ അറിഞ്ഞില്ല. പാലക്കാടിന്റെ ഇതിഹാസകാരൻ ഇങ്ങനെ കുറിച്ചു: പാലക്കാട് വഴിയെ വഴിയെ വളർന്ന് നഗരമാകും. അപ്പോൾ ഈ വർണ്ണവ്യത്യാസങ്ങളുടെ രക്തസാക്ഷികളായ പല മനുഷ്യരും മറക്കപ്പെടും. അവരുടെ ദുഃഖത്തിന്റെ ആചരണമായിരിക്കണം ഈ നഗരസഭയുടെ ചുമതല. അധികൃത ജാതികളുടെ അത്രയും സമരകഥയാണിത്. രത്നവേലുവിന് നാം ഒരു സ്മാരകം പണിയണം. സാമ്രാജ്യ ഭരണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വെള്ളക്കാരനെ അധികം മുഷിപ്പിക്കാതെ ഒരു നന്മയുള്ള സ്മാരകം. ഏതെങ്കിലും നാൽക്കവലയിൽ സുൽത്താൻപേട്ട കോട്ടയുടെ നേർക്ക് നീങ്ങുമ്പോഴുള്ള കവലയുണ്ടല്ലോ, അങ്ങനത്തെ ഒരിടത്തിൽ ഒരു 5 വിളക്ക് സ്ഥാപിക്കാം. ഞാൻ
എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ യാത്രകളും അന്വേഷണങ്ങളും അവസാനിക്കുന്നില്ല. ഒരു തിരയിലൊടുങ്ങിയ ജീവിത സ്വപ്നങ്ങളിലുണ്ട് മാതൃരാജ്യ വിമോചന ചിന്തയും സ്വാതന്ത്ര്യവും. നിറഭേദമില്ലാത്ത വംശീയതയില്ലാത്ത നവലോക സൃഷ്ടിക്കായി സ്വയമെരിഞ്ഞ് അഭിമാനമായി നാടിൻ അഭിമാനമായി. ഒരു തിരയിലൊടുങ്ങിയ ജീവിത സ്വപ്നങ്ങളിലുണ്ട് മാതൃരാജ്യ വിമോചന ചിന്തയും സ്വാതന്ത്ര്യവും. നിറഭേദമില്ലാത്ത വംശീയതയില്ലാത്ത നവലോക സൃഷ്ടിക്കായി സ്വയമെരിഞ്ഞ് അഭിമാനമായി